ഹായ്, AR's വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. നെൽസൺ മണ്ടേലയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. മണ്ടേല എന്ന ചരിത്ര പുരുഷൻ. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിൽ മെയ് 10 നിർണായക സ്ഥാനമുണ്ട്. 21 വർഷം മുമ്പ് ഇതുപോലൊരു മെയ് 10 നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഒരു പുതുയുഗത്തിൻ്റെ പിറവിയെന്ന് ഈ ദിനത്തെ വിശേഷിപ്പിക്കാം. 5 വർഷമാണ് ഈ പദവിയിൽ അദ്ദേഹം തുടർന്നത്. വർണ്ണവിവേചനം അവസാനിപ്പിക്കുന്നതിനും രാജ്യത്തെ ഐക്യത്തിലേക്ക് നയിക്കുന്നതിനും മണ്ടേലയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു. മാഡിബ എന്ന നെൽസൺ മണ്ടേല, സമത്വത്തിൻ്റെ മറ്റൊരു പേര്. ദക്ഷിണാഫ്രിക്കയിലെ ബാഷി നദിയുടെ തീരത്തുള്ള വെസു എന്ന ഗ്രാമത്തിലാണ് നെൽസൺ മണ്ടേലയുടെ ജനനം. 1918 ജൂലൈ 18. അച്ഛൻ്റെ പേര് ഹെൻറി മണ്ടേല, അമ്മ നോസ്കേനി ഫാനി. റോവില്ലയ എന്നായിരുന്നു മണ്ടേലയുടെ ബാല്യകാലത്തെ പേര്. ഹൊസ വിഭാഗത്തിലെ ഗോത്രാധികാരം വഹിച്ചിരുന്ന തെമ്പ് ഗോത്രത്തിൽ പിറന്ന മണ്ടേലയുടെ കുടുംബപ്പേരാണ് മാഡിബ. നെൽസൺ എന്നത് സ്കൂൾ അധികാരികൾ നൽകിയ പേരും. ആദ്യമായി സ്കൂളിലെത്തുന്ന ആഫ്രിക്കക്കാരന് ഒരു ഇംഗ്ലീഷ് പേര് നൽകുന്ന രീതി അവിടെ നിലനിന്നിരുന്നു. അങ്ങനെയാണ് നെൽസൺ എന്ന പേര് വന്നത്. അനാഥബാല്യം. മണ്ടേലയുടെ ചെറുപ്രായത്തിൽ തന്നെ പിതാവ് മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് നെൽസന്റെ പഠന ചുമതല അടുത്ത സുഹൃത്തിനെ അച്ഛൻ ഏൽപ്പിച്ചിരുന്നു. ഒരു നാട്ടുരാജാവിൻ്റെ പദവി ഉണ്ടായിരുന്നു വളർത്തച്ഛനായ ജോൺ ഗിൻഡാബക്. ഇദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിലും മാർഗനിർദ്ദേശത്തിലുമാണ് മണ്ടേല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചു. ദീർഘദൂര ഓട്ടം, ഗുസ്തി, സംഗീതം, നൃത്തം, നാടകം എന്നിവയിലെല്ലാം കഴിവ് തെളിയിച്ചു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. 1942 മണ്ടേല ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ യൂത്ത് ലീഗ് രൂപവൽക്കരിച്ചു. അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി. പിന്നീട് സംഘടനയുടെ സെക്രട്ടറിയായി. അലക്സാണ്ട്ര ബസ് ബഹിഷ്കരണ സമരത്തോടെ 1943 അത് നടന്നത്. അതിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ മണ്ടേല ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗിൻ്റെ നേതാവായി സമരങ്ങൾ ഏറ്റെടുത്തു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ആകർഷക കേന്ദ്രമായി മണ്ടേല വളർന്നു. 1952 ഗവൺമെൻറ് നിരോധനാജ്ഞ ലംഘിച്ച് പ്രകടനം നടത്തിയതിന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. സ്വന്തം രാജ്യത്തിന് എന്നല്ല, ലോകത്തിനാകമാനം തന്നെ വലിയ സന്ദേശങ്ങൾ കൈമാറിയ ധാരാളം ലോക നേതാക്കളും മഹാത്മാക്കളുമുണ്ട്. അവരെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.